മണി മണിയേ ആ ഇനി വാ. ആ കാപ്പി എടുക്കട്ടാ? കാപ്പി എടുക്കണ്ട. അതെ, ഉണ്ണി മാമന് എന്തോ പണിയുണ്ടെന്ന് പറഞ്ഞു. മാമൻ കൂടെ വന്നിട്ട് കഴിക്കാം. ഒരുമിച്ച് കഴിക്കാന്നാ? ഓ പിന്നെ ഞായറാഴ്ച ഒരു കല്യാണത്തിന് പോണം. കല്യാണം വിളിച്ചവര്? ഓ ഉണ്ട്. എന്നെ വിളിച്ച്? നിന്നെ വിളിച്ചു? അത് കൊള്ളാം, എന്തായാലും നന്നായി. പിള്ളേർക്ക് ഡ്രസ്സൊക്കെ എടുക്കണമെന്ന് പറഞ്ഞിരിക്കണം. ഡ്രസ്സ് എടുക്കണം, ശരി. കാശ് കുറച്ചാവും. എന്തായാലും നമുക്കേ ഉച്ചയ്ക്ക് എന്ത് ഒന്ന് പുറത്തിറങ്ങിയല്ലോ. ലാച്ചയൊക്കെ വേണമെന്നാണ് പറഞ്ഞിരിക്കണേ. ലാച്ചേ? ഓ അതുകൊണ്ട് ഇവിടെ ലാച്ചക്കാരി. മക്കളെ, നിനക്ക് ഈ പാവാട പോലത്തെ ലാച്ച തന്നെ വേണോ? അല്ല, ഇവൾക്കെടുക്കുന്ന പറയുമ്പോ മറ്റോളും കൂടെ പറയില്ലേ ഇനി? അതൊക്കെ ഞങ്ങൾ പറഞ്ഞ് സെറ്റാക്കി. ലൈറ്റ് ഗ്രീൻ കളർ കളർ വരെ സെലക്ട് ചെയ്ത്. എനിക്ക് എന്തായാലും ഇപ്പോഴാണ് സമാധാനമായത്. സുമചേച്ചി വിളിച്ചോ പറഞ്ഞ ഫുൾ ഫാമിലി എല്ലാരുമായിട്ട് വരണമെന്ന്. സുമചേച്ചി ഇല്ലേ? സുമചേച്ചിയുടെ മോളെ കല്യാണത്തിലല്ലേ നമ്മള് പോണത്? സുധാരമാവന്റെ മോള്. സുധാരൻ ചിറ്റപ്പൻ ആരും അറിഞ്ഞൂടെ? ഇത് എന്തോ ചോദ്യം? അവരെ കല്യാണത്തിലല്ലേ നമ്മള് പോകാൻ പോണത്? സുധാരൻ എന്റെ അച്ഛന്റെ കസിൻ. എനിക്കറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞ അതല്ല, ഞാൻ പറഞ്ഞ ഈ വേണോണ്ടെ മോളുടെ കല്യാണം. ഏത് വേണോണ്ടെ? ഞങ്ങൾ അവിടുത്തെ ശങ്കരമാമന്റെ മോൻ വേണുണ്ടായി. ഞങ്ങളുടെ അവിടെ ചിറ്റാറ്റിങ്കരയില് റേഷൻ കണ്ടായിരുന്ന ശങ്കരമാമൻ പറഞ്ഞിട്ടില്ലേ? ശങ്കരൻകുട്ടി മാമൻ. ശങ്കരൻകുട്ടി മാമന്റെ മൂത്ത മോൻ വേണുണ്ട്, ഗൾഫിലായിരുന്നു. വേണുണ്ണന്റെ മോന്റെ കല്യാണം. അയ്യേ, ഈ കല്യാണത്തിനൊന്നും പോണാരില്ല. ഞാൻ പറഞ്ഞത് എന്റെ സുധാരൻ ചിറ്റപ്പന്റെ മോള് സുമ ചേച്ചിയുടെ മോളെ കല്യാണം, സുജിയുടെ കല്യാണം. അതാണ് നമുക്ക് പോകേണ്ടത് ഞായറാഴ്ച. അതെങ്ങനെ പറ്റും? അത് പറ്റാത്തത് ഇതിന് പോണ്ടേ? ഇതായിരുന്നു പോലും അറിഞ്ഞൂടാ. ആരെ കല്യാണത്തിന് പോണെന്തിന്? ആരും അറിഞ്ഞൂടാ. അച്ഛാ, ഇത് റിസപ്ഷൻ ആയിട്ട് പോവാ. അമ്മ പറഞ്ഞെടുത്ത് പോവാ. ഇത് എനിക്ക് വളരെ കടപ്പാടുള്ള ആളാണ്. വേണുണ്ണന്റെ മോന്റെ കല്യാണത്തിന് പോയേ പറ്റുള്ളൂ. ഈ സുധാരൻ ചിറ്റപ്പന്റെ കഥ അറിഞ്ഞൂടല്ലേ? മറന്നുപോയാ? എന്റെ കാര്യങ്ങളൊക്കെ കൊച്ചിലെ നോക്കുമായിരുന്നു. ഈ ചേച്ചിയും അമ്മയൊക്കെ കൂടെ വന്നില്ലേ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നേ. രവിയുടെ ഓർമ്മയില്ലേ സുധാരൻ ചിറ്റപ്പൻ? ഇത് എന്തോന്ന് നിങ്ങൾക്ക് അമ്നീഷ്യം പിടിച്ചാ? എനിക്ക് മനസ്സിലായി. ഞാൻ കാര്യം പറഞ്ഞുതരാം. നമ്മുടെ കല്യാണത്തിന് നമ്മൾ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോ വന്ന് യാത്രയൊക്കെ പറഞ്ഞ് എന്നിട്ട് മുഖത്ത് തട്ടിയിട്ട് പറഞ്ഞ് പൊന്നുപോലെ നോക്കണം ഇവിടെ എന്നൊക്കെ പറഞ്ഞ ഓർമ്മയില്ലേ? നീ എന്തോ മണിക്കൂട്ടി പറയണേ മക്കളെ? 10-24 വർഷം മുമ്പ് അച്ഛന്റെ കല്യാണത്തിന് ഉണ്ടോണ്ടിരുന്ന മുമ്പ് ഒന്ന് ടാറ്റ പറഞ്ഞിട്ട് പോയത്. യാത്ര പറഞ്ഞ ആള് കല്യാണത്തിന് ആരൊക്കെ വരും മണി? അവരെ ഓർത്തിരിക്കാൻ പറ്റൂ? എനിക്ക് കാര്യം മനസ്സിലായി. നിങ്ങളുടെ ബന്ധുക്കൾ വന്നൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. എന്റെ ബന്ധുക്കളായതൊന്നും നിങ്ങൾക്ക് ഓർമ്മ കാണൂല. അറിയാം. നീ ആവശ്യമില്ല ചിന്തിക്കാതെ മണി. എന്തായാലും ഈ കല്യാണത്തിന് പോയേ പറ്റുള്ളൂ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞായറാഴ്ച ഇവിടുന്ന് കല്യാണത്തിന് പോകുന്നുണ്ടെങ്കിൽ അത് സുമ ചേച്ചിയുടെ മോള് സുജിയുടെ കല്യാണം. അത് തീരുമാനിച്ചതാണ്. അത് പറ്റൂല മണി. നീ എന്തോന്ന് പറഞ്ഞ? ഞാൻ ഇത് വാക്ക് കൊടുത്താണ് പോന്നു, എല്ലാവരുമായിട്ട് പോന്ന് പറഞ്ഞാണ്. അപ്പൊ അത് പറ്റൂല. നമുക്ക് അതിനെ പോയേ പറ്റുള്ളൂ. ഉറപ്പാണോ? എന്നാ ഒരു കാര്യം കൂടി കേട്ടോ. രവിയേട്ടൻ ഞാൻ പറഞ്ഞ ഈ കല്യാണത്തിന് വരും എന്ന് സമ്മതിക്കുന്നത് വരെ ഈ വീട്ടിൽ നിന്ന് ദാഹിച്ച പച്ച വെള്ളം ഞാൻ കുടിക്കൂല. അതെന്റെ ശബ്ദമാണ്. നീ കുടിക്കണ്ട. നീ കുടിച്ചില്ലെങ്കിൽ എന്ത്? മോളൊരു കാര്യം ചെയ്യും, കുറച്ച് നീല വെള്ളം കൊണ്ട് അമ്മയ്ക്ക് കൂടെ കുടിക്കണ്ട. പച്ച വെള്ളം കുടിക്കൂല. നീ ആ നീല വെള്ളം നിന്റെ അച്ഛൻ്റെ കൊടുത്തിട്ട് കുറച്ച് ചോറും കറിയൊക്കെ ഉണ്ടാക്കാൻ പറ. ഞാൻ ഇനി ഭക്ഷണം ഉണ്ടാക്കുന്നുമില്ല കേട്ടല്ലോ. മണി എന്താടി ഇത്? അവിടെ അഹങ്കാരം കണ്ട? അവൾ ഇനി ഒന്നും ഉണ്ടാക്കൂല പോലും. അവള് പച്ചവെള്ളം കുടിച്ചാൽ കുടിക്കണ്ട. എന്റെ അമ്മയ്ക്ക് വട്ടാണ്. നിന്റെ അമ്മയ്ക്കല്ല, നിന്റെ അച്ഛനാണ് വട്ട്. എന്റെ അച്ഛന് പറയണോള്? ഓ, അച്ഛന്റെ അച്ഛനെ അല്ല പറഞ്ഞ, എന്റെ അച്ഛന് എന്ന് വെച്ചാൽ അച്ഛന് വട്ടാണെന്ന്. നോയിക്കോ അഹങ്കാരി. എന്റെ ലാച്ചയും പോയി, എല്ലാം പോയി. മക്കളെ, ഇവർ രണ്ടും ഇങ്ങനെ കിടന്ന് വഴക്കൂടി എവിടെ ചെന്ന് അവസാനിക്കും? അപ്പോ നമുക്ക് ഇവർ രണ്ടുപേരും ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോയാലോ? അപ്പോ എന്റെ പൊന്നു മക്കളെ നോക്ക്, ബന്ധം വേർപെടുത്തിയാലേ നിങ്ങൾക്ക് പിന്നെ ആരുണ്ട്? ഒന്ന് ആലോചിച്ച് നോക്ക്. ഓ എന്റെ പൊന്നപ്പൂ, ബന്ധം വേർപെടുത്തുന്നെന്ന് പറയുന്നത് ഡിവോഴ്സ് ആണ്. ഇത് വന്നിട്ട് കൗൺസിലിംഗ്, ഉപദേശമാണ്. എനിക്ക് വയസ്സ് 10-70 താടിയൊക്കെ നനച്ചില്ലേ മക്കളെ? ഞാൻ ഉപദേശിച്ചാ പോരെ, ഇനി വേറെ ഒരുത്തൻ ഇവിടെ ഒന്ന് ഉപദേശിക്കണോ? അപ്പു തന്നെ ഉപദേശിച്ചോ? എനിക്കിപ്പോ വിഷമം ഇതൊന്നും അല്ല. പിന്നെ ഞാൻ നേരത്തെ പ്ലാൻ ചെയ്ത ലാച്ച എടുക്കാൻ പറ്റൂലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് സങ്കടം. ലാച്ച്? അതെന്തൊരു മക്കളെ? ഓ, ഞാൻ എന്തൊക്കെ ഉത്തരം പറയണം അപ്പു? എന്തൊക്കെ സംശയമാണ് അപ്പു? ഈ സംശയമല്ലേ മക്കളെ, അറിഞ്ഞൂടാത്തോണ്ടായിരിക്കും അപ്പം ചോദിക്കുന്നത്. അപ്പു, ലാച്ച എന്ന് പറഞ്ഞാ പട്ടുപാവാടയും ബ്ലൗസും അറിയാമോ? അറിയാലോ, പാവാടയും ബ്ലൗസ്. അതുപോലെ പാവാടയും ബ്ലൗസും കൂട്ടത്തിൽ ഒരു ഷോളും കാണും. അതെ അപ്പു, ഇതെന്ത് ചെയ്യാന്നൊന്ന് പറ. നമുക്ക് ഡിവൈസ് കൊടുക്കാം. അപ്പു ഉദ്ദേശിച്ച ഉപദേശമാണോ? ഓ അങ്ങനെ. എന്നാ ഒരു കാര്യം ചെയ്യാം. ആദ്യം നമുക്ക് അച്ഛന്റെ അടുത്തേക്ക് പോവാം. അച്ഛനാകുമ്പോ കുറച്ച് മായമൊക്കെ ഉള്ളതല്ലേ, പാവമാണ്. അപ്പൊ അച്ഛന്റെ അടുത്ത് പോയിട്ട് അമ്മ പറഞ്ഞ കല്യാണത്തിന് പോകാം എന്ന് അച്ഛനോട് പറയാം. പക്ഷെ അവൻ സമ്മതിച്ചില്ലെങ്കിൽ എന്ന് നമുക്ക് അമ്മയുടെ അടുത്ത് പറയാം.
അമ്മയുടെ പോവാ. ആ അമ്മ എടുത്ത അച്ഛൻ പറഞ്ഞ കല്യാണത്തിന് പോവാന്ന് പറയാം. അവളും സമ്മതിച്ചില്ലെങ്കിൽ എന്ത്? എന്തിനാണ് അപ്പു ഇങ്ങനെ നെഗറ്റീവ് അടിക്കണേ? കുറച്ച് പോസിറ്റീവ് വൈബിൽ പോവാ. ആ എന്നാ പറഞ്ഞു നോക്കാം. ആ പറഞ്ഞു നോക്കാം. വാ. ശരി വാ. ഏയ്. മാമ നില്ല്. മറ്റേ കാര്യം പറയാനായിരിക്കും പറഞ്ഞത്, എനിക്കറിയാം. അതെനിക്ക് കേൾക്കണ്ട, വേണ്ട. മര്യാദക്കാണ് പറഞ്ഞില്ലെങ്കിലേ ഞാൻ പോകുമായിരുന്നു. എടേ ഞാൻ മര്യാദക്കല്ലേ എന്റെ അടുത്ത് പറഞ്ഞത്. മാമന്റെ കാര്യമല്ല, പിന്നെ അവളുടെ കാര്യമാണ് പറഞ്ഞത്, മണിക്കുട്ടിയുടെ കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾ തമ്മിൽ എന്തിനാ ഇത്രയും കിടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? അച്ഛാ കല്യാണത്തിന് പോവാ അച്ഛാ പ്ലീസ്. കല്യാണത്തിന് പോവാ. നീയേ നിന്റെ അമ്മയടുത്ത് പോയി പറ, അല്ല എന്റെ അടുത്തല്ല പറയേണ്ടത്. ഇവിടെ ഒന്നും ഉണ്ടാക്കൂല, വെള്ളം കുടിക്കില്ല, വാശി കാണിച്ചോണ്ടിരിക്കുന്നില്ലേ, അവളത്ത് പോയി പറ. ഡേയ് നമ്മൾ എന്റെ അടുത്ത് വന്നെന്തെന്നറിയാം, നിന്റെ അടുത്ത് പറഞ്ഞാൽ നീ അനുസരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ എന്റെ അടുത്ത് വന്നത്. എനിക്കിപ്പം കുറച്ച് അനുസരണ കുറവാണ്. മുത്താണ്, സോപ്പടയൊന്നും വേണ്ട, ഞാൻ വരണമൊന്നുമില്ല. അവള് വേണമെങ്കിൽ പോട്ട്, അവളുടെ സുമ ചേച്ചിയുടെ മോളുടെ കല്യാണമല്ലേ, അവള് പോട്ട്. അപ്പൊ അച്ഛൻ വരുമോ? അച്ഛൻ പറഞ്ഞില്ല, നീ വേണമെങ്കിൽ പോയിക്കോ അവളുടെ. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ച്, ഞാനും മാമനും വേണുണ്ടെ മോന്റെ കല്യാണത്തിന് പോളൂ. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കടപ്പാടുള്ള ആളാണ്. ആ അതിനെ പോളൂ. എന്ത് മാമ? അതിനെ നോക്കാൻ പോവാ. അല്ലേ ഡേയ് ഞാൻ പോയി ഡിവൈസ് ആയിട്ടൊന്ന് സംസാരിച്ചു. ഡിവോഴ്സാ? ഓ ഡിവോഴ്സ്? ഡിവോഴ്സ് അല്ല അച്ഛാ, അപ്പൊ ഉദ്ദേശിച്ചത് കൗൺസിലിംഗ്, ഉപദേശം. ആ ഞാൻ അവളടുത്ത് ഒന്ന് പറഞ്ഞു. അവളത് അച്ഛൻ ഞെട്ടിയത് ഡിവോഴ്സ് എന്ന് പറഞ്ഞപ്പോ? ഞെട്ടിയൊന്നുമല്ല, അവളെ കൗൺസിൽ ചെയ്ത് മനസ്സിലാവൂ. പോയി മാമ പോയി വേദം ഓത്, തലയിൽ കയറും. പറയാം ബാ. ഇപ്പം കേക്കും.